പോകാന്നുള്ളതാണ്. അതാണ് അത്താണി എന്ന് പറയുന്നത്. നേരെ മറിച്ച് അയാളെ കഴുത്തൊടിഞ്ഞു പോകും. അതിനിടയിലാവും ഇതെവിടെ ഇറക്കി വെക്കാനില്ലെങ്കിൽ. ഇറക്കി വെക്കുന്ന ഇടമാണ് അത്താണി. അതാണ് രണ്ടത്താണിയും പുത്തനത്താണിയും കരിങ്കല്ലത്താണിയും പേര് വരാനുള്ള കാരണം അടിസ്ഥാനപരമായി അതാണ്. എല്ലാവർക്കും ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. മുമ്പ് അങ്ങനെയായിരുന്നു. അത്താണിയാണ്, ഇറക്കി വെക്കുന്ന സ്ഥലമാണ്, ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന സ്ഥലമാണ്. ഒറ്റയ്ക്കിരുന്ന് സകലമാന മനസ്സിന്റെ ഭാരങ്ങളും ഇറക്കി വെക്കും. ഇപ്പൊ കാർൽ മാർക്സ് ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനാണ്. കാർൽ മാർക്സിന്റെ കുട്ടികളൊക്കെ മരിച്ചു വരും. 8 വയസ്സുള്ള മുഷുണ്ടായിരുന്നു. മുഷ എന്ന ഓമന പേരിലാണ് ആ കുട്ടി വിളിക്കപ്പെട്ടിരുന്നത്. നല്ല മിടുക്കനായിരുന്നു, നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. അവന് രോഗമായപ്പോ അദ്ദേഹം എഗൽസിന് കത്തെഴുതുന്നു. എഗൽസിന് കത്തെഴുതിയിട്ട് പറയുന്നത്, ഞാൻ എന്ത് പറഞ്ഞ് സഹിക്കും, എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ സഹിക്കും? എന്റെ മക്കളൊക്കെ മരിച്ചു, മനസ്സിനെ എവിടെയോ ഒന്ന് ഇറക്കി വെക്കുക. ആ കുട്ടി മരിച്ചു. മരിച്ചപ്പം അദ്ദേഹം വീണ്ടും കത്തെഴുതുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ എന്റെ മകന്റെ വിയോഗം. അലക്സാണ്ടർ ബെക്കിന്റെ കൃതികളിൽ എഴുതപ്പെടുന്നുണ്ട്, കാർൽ മാർക്സ് ഈ കുട്ടിയെ കബറടക്കുന്ന ആ ശ്മശാനത്തിലെ കബറിലേക്ക് ചാടി ആത്മഹത്യ ചെയ്താലോ എന്ന്, അല്ലെ അവന്റെ കൂടെ അങ്ങ് മരിച്ചാലോ എന്ന് തോന്നിയെന്നാണ്. കാരണം അവലംബമില്ല. നേരെ മറിച്ച് ഇസ്ലാമിൽ ഒരു കുട്ടി മരിച്ചു എന്ന് കേട്ടാൽ അൽഹംദുലില്ലാഹ്, ബൈത്തുൽ ഹംദുണ്ട്, ദൈവസന്നിധിയിൽ ബൈത്തുൽ ഹംദുണ്ട്. ആർക്ക്? ഒരു പിതാവ് ജീവിച്ചിരിക്കെ മകൻ മരിച്ച് അള്ളാഹ് ചോദിക്കുന്നതാണ് മലക്കുകളോട്, എന്തായിരുന്നു എന്റെ അടിമ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രയോഗം തന്നെ എങ്ങനെയാണ്? അവന്റെ കരളിന്റെ കരളിനെ ഞാൻ പിടിച്ചെടുത്തപ്പോൾ എന്റെ അടിമ എന്ത് പറഞ്ഞു? എന്റെ അർത്ഥം, എല്ലാ രക്ഷിതാക്കൾക്കും മക്കൾ എന്താണ്? കരളിന്റെ കരളാണ്. അള്ളാന്റെ പ്രയോഗം തന്നെ ഹദീസിൽ അങ്ങനെയാണ്. അവന്റെ കരളിന്റെ കരളിനെ ഞാൻ പിടിച്ചെടുത്തപ്പോൾ ആ അടിമ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉർവത്ത് ബിൻ സുബൈർ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതനായി. ഉർവത്ത് ബിൻ സുബൈറിന്റെ കാല് മുറിക്കുന്നുണ്ട്. കാല് മുറിക്കുമ്പോ മയക്കി കിടത്തിയിട്ടാണല്ലോ ചെയ്യുക. അദ്ദേഹം പറയുന്നത്, എനിക്ക് മയക്കി കിടത്തിയൊന്നും വേണ്ട, അനസ്തേഷ്യ ഒന്നും വേണ്ട, എന്റെ പച്ചക്കാല് മുറിക്കണം. അത് മുറിയുമ്പോ എനിക്ക് അള്ളാനെ ഓർക്കണം, ആ വേദന സഹിച്ചിട്ടുള്ള കൂലിയും കിട്ടണം. ഒറ്റേക്കാലം മുറിച്ചപ്പോ അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്നേ പറഞ്ഞോളൂ. അതേ സമയത്ത് തിയേറ്ററിൽ അയാളുടെ സർജറി ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ 6 മക്കളിൽ ഒരു മകൻ ടെറസിന്റെ മുകളിൽ താഴെ വീണ് മരിച്ചു. ഇപ്പൊ കുട്ടിയുടെ മരണ വാർത്ത കേട്ട് അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന്. നമ്മളിപ്പോ ഒരു മകൻ മരിച്ച അൽഹംദുലില്ലാഹ് എന്നുള്ള നാട്ടുകാർ കൂടി കച്ചു എന്നാണ്. കാരണം സ്വന്തം മകൻ മരിച്ചിട്ട് കണ്ടില്ല അയാൾ അൽഹംദുലില്ലാഹ് എന്നാ പറയുന്നത്. ഇയാളെന്തൊരു മനുഷ്യനാണ് ഇയാൾ. അതാണ് വിശ്വാസം. വിശ്വാസിയുടേതൊന്നും പെട്ടെന്ന് ആർക്കും അങ്ങനെ ഗ്രഹിക്കുന്ന ഒരു മർത്തബയിലല്ല. അപ്പൊ ആളുകൾ ചോദിച്ചു ഉർവത്ത് ബിൻ സുബൈറിനോട്, ഒരു കാല് മുറിച്ചപ്പോ നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, മകൻ മരിച്ചപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു, അതെന്താണ്? അതൊരു അത്ഭുതമാണ്, ഒന്ന് വിവരിക്കാമോ എന്നാണ്. ഇനി ഞാൻ പറയുന്നത്, നമ്മളൊക്കെ കേൾക്കും, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളും നമുക്കൊക്കെ ജീവിതത്തിൽ പരീക്ഷണമുള്ളവരാണ്. എമ്പാടും വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നേരിടുമ്പോ ഒരു വിശ്വാസിയുടെ കൽബ് രൂപപ്പെടുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ദുഃഖിക്കേണ്ട, അല്ലാഹു കൂടെയുണ്ട് എന്ന് ഈ വിഷയം തെരഞ്ഞെടുത്ത് പറയുന്നത്.